എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് പരിസര ശുചിത്വത്തെ പറ്റിയാണ്. സമ്പൂർണ്ണമായ ആരോഗ്യ പരിപാലനത്തിന് വിവിധ തലങ്ങളുണ്ടെന്ന്, വിവിധ ഘടകങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് വ്യക്തിപരമായ ആരോഗ്യ പരിപാലനം, പരിസര ശുചിത്വം, പകർച്ചവ്യാധി തടയൽ, ജീവിതശൈലി രോഗപ്രതിരോധം, മാനസികാരോഗ്യം എന്നിവ. ഇതിലാദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വ്യക്തിപരമായ ആരോഗ്യ പരിപാലനം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് 5 ഭാഗങ്ങളിലായി 5 എപ്പിസോഡുകളിലാണ് നമ്മൾ ഇതുവരെ കണ്ടത്. സമ്പൂർണ്ണമായ ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും അത്യാവശ്യമായ അടുത്ത ഘടകമാണ് പരിസര ശുചിത്വം. ഇതിൻ്റെ ആവശ്യം നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. എങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധികൾ ശരിയായ പരിസര ശുചിത്വം ഇല്ലായ്മ കൊണ്ട് തന്നെയാണെന്ന്. ആയിഷ ഹെൽത്ത് കെയറിൻ്റെ പരിസര ശുചിത്വം എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഗങ്ങളെ തടയാൻ വ്യക്തി ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് പരിസര ശുചിത്വം എന്നത് മറക്കാതെ മാലിന്യ നിർമ്മാർജ്ജനത്തിനും പരിസര വൃത്തിയിലും ഒരുപോലെ ശ്രദ്ധ ചെലുത്തണം. വീട്ടിനുള്ളിലെ ശുചിത്വം നമുക്ക് ആദ്യം നോക്കാം. നാം താമസിക്കുന്ന പരിസരം, പ്രത്യേകിച്ച് വീട് വൃത്തിയായി സൂക്ഷിക്കണം. ദിവസേന ചുക്കിലിയും ചിലന്തി വലയും മറ്റും അടിച്ചിറക്കിയ ശേഷം നിലം അടിച്ചു വാരുകയും നിത്യേനയോ ആഴ്ചയിൽ ഒരിക്കലോ നിലം കഴുകുകയോ നനഞ്ഞ തുണി കൊണ്ട് നിലം തുടയ്ക്കുകയോ ചെയ്യണം. അതിനുശേഷം ഈർപ്പമുള്ള തുണി കൊണ്ട് മുറിയിലെ ഉപകരണങ്ങളും മറ്റ് പ്രതലങ്ങളും പാടെ തുടച്ച് പൊടി നീക്കം ചെയ്യേണ്ടതാണ്. ചുരുക്കത്തിൽ വീട്ടിൽ ഒരിക്കലും ഈച്ച, ചിലന്തി വല, പൊടി എന്നിവയില്ലാതെ സൂക്ഷിക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും കൈകൊണ്ടോ തുവാല കൊണ്ടോ മുഖം മറയ്ക്കുക. ജനാല വഴി തുപ്പുന്ന ശീലം ഒഴിവാക്കണം. അതുപോലെ വീട്ടിനുള്ളിൽ നിന്നുകൊണ്ട് മുറ്റത്തേക്കും മുൻവശത്തേക്കും ചുമച്ചു തുപ്പുന്ന ശീലവും നന്നല്ല. അഥവാ തുപ്പിയാൽ തന്നെ അത് മണ്ണുകൊണ്ട് മൂടുകയും വേണം. അതുപോലെ പഴവും മാങ്ങാപ്പഴവും ചക്കപ്പഴവും ഒക്കെ തിന്നു കഴിഞ്ഞ് തൊലിയും കുരുവുമൊക്കെ മുറ്റത്തും പുരയ്ക്കകത്തും മച്ചിന് മുകളിലും ജനൽ വഴിയും ഒന്നും വലിച്ചെറിയാതെ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് മാത്രം അവ നിക്ഷേപിക്കാൻ കുട്ടികളടക്കം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം കാണാനിടയായി ഒരു കാറിൽ ഒരു വല്യപ്പച്ചൻ ഒരു കൊച്ചുമിടുക്കൻ ഒരു മിഠായി കൊടുക്കുന്നത്. അവൻ അത് തുറന്ന മിഠായി എടുത്ത് വായിലിട്ടതിന് ശേഷം വളരെ രഹസ്യമായി വല്യപ്പച്ചനോട് പറഞ്ഞു, കീപ്പ് ഇറ്റ് ഇൻ യുവർ പോക്കറ്റ്. നമ്മളിൽ എത്ര പേര് ഇപ്രകാരം ചെയ്യുന്നുണ്ട്? അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ മീൻ മുള്ളും മുളകും അങ്ങനെ വേണ്ടാത്തതൊക്കെ എടുത്ത് പാത്രത്തിന് പുറത്ത് മേശയിലോ നിലത്തോ ഇടാതെ ഒന്നുകിൽ ഉണ്ണുന്ന പാത്രത്തിൻ്റെ ഒരു വശത്തോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പാത്രത്തിലോ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ വായടച്ച് ചവയ്ക്കാനും ചെറുപ്പത്തിലെ തന്നെ ശീലിച്ചാൽ നല്ലതാണ്. ഇനി നമുക്ക് പൊതുസ്ഥലങ്ങളിലെ ശുചിത്വത്തെപ്പറ്റി പരിശോധിക്കാം. ചപ്പ് ചവറുകൾ കത്തിച്ചു കളയണം. കത്തിക്കാൻ പറ്റാത്തവ വീട്ടിൽ നിന്ന് അകലെ കുടിവെള്ള സ്ഥലത്ത് നിന്നും ദൂരെ മാറ്റി കുഴിച്ചു മൂടുക. ഇന്ന് നിലവിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യ സംസ്കരണ രീതി വീടുകളിൽ ആവിഷ്കരിച്ചാൽ നന്ന്. കുടിവെള്ള സ്രോതസ്സുകൾ ബ്ലീച്ചിങ് പൗഡർ, ക്ലോറിൻ ഗുളികകൾ എന്നിവ ഉപയോഗിച്ച് ശുദ്ധീകരിക്കണം. തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യാതെ ശ്രദ്ധിക്കണം. കക്കൂസുകളും കുളിമുറികളും വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളമെടുക്കുന്ന സ്ഥലത്തിനരികെ കുളം, കിണർ, ടാപ്പ ഏതായാലും കൊള്ളാം. അതിനടുത്ത ചവറിടുകയോ മലമൂത്ര വിസർജനം നടത്തുകയോ ചെയ്യരുത്. കിണറിന് ചുറ്റും മതിലോ വേലിയോ കെട്ടണം. പ്രത്യേകിച്ച് മൃഗങ്ങളും മറ്റും വന്ന് മലമൂത്ര വിസർജനം നടത്താതിരിക്കാൻ വേണ്ടി. വീടിൻ്റെ മുറ്റത്തോ പരിസരങ്ങളിലോ ചിരട്ട, കുപ്പി, കപ്പ്, ആട്ടുകല്ല്, ടയർ, മരപ്പൊത്ത്, ചെടിച്ചട്ടികൾ മുതലായവയിൽ മഴവെള്ളമോ മറ്റു തരത്തിലുള്ള വെള്ളമോ കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണം. കാരണം ഡെങ്കിപ്പനി പരത്തുന്ന ഈഡീസ് കൊതുകുകൾക്ക് പെറ്റ് വരികാൻ അത് 1 സ്പൂൺ വെള്ളം പോലും അധികപ്പറ്റാണ്. ഫ്രിഡ്ജുകളിലും വാട്ടർ കൂളറിലും വെള്ളം ശേഖരിക്കുന്ന പാത്രം, വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും വെള്ളം കൊടുക്കുന്ന പാത്രം എന്നിവ കൂടെ കഴുകി വൃത്തിയാക്കി വയ്ക്കണം. കൊതുക് കടിയേൽക്കാതിരിക്കാൻ വ്യക്തിഗത പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കണം. അതായത് ശരീരഭാഗം പരമാവധി മറയ്ക്കുന്ന വസ്ത്രം ധരിക്കണം. പുറമേ കാണുന്ന ഭാഗങ്ങളിൽ കൊതുകിനെ പ്രതിരോധിക്കുന്ന ലേപനങ്ങൾ പുരട്ടുക.
കൊതുക് വല ഉപയോഗിക്കുക. ജനൽ, വെന്റിലേറ്റർ, എയർ ഹോൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊതുക് കടക്കാതിരിക്കാൻ വലക്കമ്പി അടിക്കുക എന്നീ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. എലിപ്പനി തടയാനായി കെട്ടിക്കിടക്കുന്ന മലിനജലവും ആയുള്ള സമ്പർക്കം കഴിയുന്നത് ഒഴിവാക്കണം. എന്നാൽ വയലുകളിലും മറ്റ് കൃഷിയിടങ്ങളിലും ഓടകളിലും ജോലി ചെയ്യേണ്ടി വരുന്നവർ കയ്യുറ, റബ്ബർ ബൂട്ട്സ് എന്നിവ ഉപയോഗിക്കുക. മുറിവുകളെ കൃത്യമായി ബാൻഡേജ് കൊണ്ട് മറയ്ക്കുക. എലിവിഷം, എലിപ്പൊടി, എലിക്കെണികൾ എന്നിവ ഉപയോഗിച്ച് എലികളെ നശിപ്പിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയിലെത്തേണ്ടതാണ്. സ്വയം ചികിത്സ അപകടകരമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടനെ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുന്നതാണ് നല്ലത്. സമ്പൂർണ്ണ ആരോഗ്യ പരിപാലനത്തിൻ്റെ രണ്ടാമത്തെ ഘടകമായ പരിസര ശുചിത്വത്തെ പറ്റിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വ്യക്തിപരമായ ആരോഗ്യ പരിപാലനത്തിനോടൊപ്പം പരിസര ശുചിത്വം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ശരിയായ ആരോഗ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അടുത്ത എപ്പിസോഡിൽ സമ്പൂർണ്ണ ആരോഗ്യ പരിപാലനത്തിൻ്റെ മൂന്നാമത്തെ ഘടകമായ പകർച്ചവ്യാധി തടയൽ എന്ന വിഷയത്തെപ്പറ്റിയായിരിക്കും നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. മറക്കാതെ കാണുക.